ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യോധ ഗെയിമിംഗ്. അപ്പോൾ ഇതുവരെ ക്രാഫ്റ്റ് ലാൻഡിലെ 2 മാപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നെക്സ്റ്റ് മാപ്പിനെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാപ്പിൻ്റെ പേരാണ് റൺ ഗൈസ് റൺ. അപ്പോൾ നമുക്ക് ഈ മാപ്പിനെ പരിചയപ്പെടാം. Free Fire India is set. ഈ മാപ്പിൽ ആകെ 4 റൗണ്ടാണുള്ളത്. 4 സിമ്പിളായിട്ടുള്ള റൗണ്ടാണ്, പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഫിനിഷ് പോയിന്റിൽ ആദ്യം എത്തണം. ഈ ബ്രൗൺ കളറിൽ കാണുന്ന വാൾസ് എല്ലാം നമുക്ക് ചിലത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ചിലത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇതുപോലെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിലാണെങ്കിൽ ഒരു ഇൻറ്റു മാർക്ക് കാണിക്കും. അതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഡോറ് തള്ളി തുറക്കണം. ഇതും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തും കയറണം. ഇവിടെയും പറ്റില്ല. പക്ഷെ ഇവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് എത്തായിരുന്നു. അപ്പോൾ സ്റ്റേജ് 1 കഴിഞ്ഞിരിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലെത്തിയ ആളെ പേര് ഇപ്പോൾ എഴുതി കാണിക്കും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് ആ റൗണ്ടിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് റൗണ്ട് ഈ കൗണ്ട് ഡൗൺ കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് റൗണ്ട് തുടങ്ങും. നെക്സ്റ്റ് റൗണ്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് റൗണ്ടിൻ്റെ പേരാണ് പഞ്ചിങ് റിങ്. പക്ഷേ ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ച് ചെയ്താലും നമ്മൾ എനിമീസിനൊന്നും ഡാമേജ് കൂടെ കുറയോ ഒന്നും ചെയ്യൂല. ഇതിൽ ലാസ്റ്റ് വരെ നമ്മൾ എലയവായിരിക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോണ് ചെറുതാവുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം ആദ്യം സോണിൽ ഡെഡായാലും നമ്മൾ മാത്രം എലയവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റൗണ്ടിൽ ജയിക്കും. അല്ലാതെ പഞ്ച് ചെയ്തതുകൊണ്ട് ഇതിനകത്തൊരു പോയിൻ്റ് നമുക്ക് കിട്ടില്ല. സോണിപ്പം ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറ്റുന്നത്രയും കറക്റ്റ് സോണിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റ് സോണിലാണ് നിൽക്കണത്. നോക്കാം, ഒരാൾ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അടുത്ത ആൾ എലിമിനേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് വീണത്. പക്ഷേ എനിക്ക് സെക്കൻഡ് പ്ലേസാണ്. അടുത്ത റൗണ്ട് 3 ഓവർ ദ ഹില്ല്. ഇത് അത്യാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു റൗണ്ടാണ്. തുടങ്ങിക്കഴിഞ്ഞ് നെറ്റ് ഇഷ്യൂ വന്നതാണ്. ഇത് കറക്റ്റായിട്ട് നോക്കി ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തട്ടി താഴെ പോവും. ഇവിടെ വന്നിട്ട് ജമ്പ് ചെയ്താൽ മതി. ജമ്പ് ചെയ്യുമ്പം ഇങ്ങനൊരു പ്ലേസിലെത്തും. ഇവിടെ നിന്ന് കറക്റ്റ് ആരോ ഇട്ടിട്ടുണ്ട്. ആരോ ഇട്ടേക്കണ വഴി നമ്മൾ പോകണം. ഈ വരുന്ന സാധനത്തിൽ തട്ടാതെ വേണം പോവാൻ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തെത്തും. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ഈ സംഭവം വന്നിട്ട് പൊക്കോണ്ടേ ഇരിക്കും. അത് അത്യാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ സ്പീഡിനങ്ങ് ഓടിയിട്ട് ഓരോന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചാടി പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. സ്ലോ ആയി പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഇതുപോലെയല്ല. ഇതിൽ ഞാൻ താഴെ പോയി. ശ്രദ്ധിച്ച് നിന്നിട്ട് അടുത്തത് വരുമ്പോഴത്തേക്കും അതിൽ കൂടെ ഓടി അടുത്തതിലോട്ട് ചാടി പെട്ടെന്ന് പോകണം. ഇവിടെ കുറച്ച് റിസ്ക്കാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും. നമുക്ക് ഓടി അപ്പുറത്ത് ജമ്പ് ചെയ്യാനുള്ള സമയം
അത് തരും. ഇനി ഇവിടെ നിന്ന് നേരെ പോയി ഇവിടെ വേറെ ടാസ്ക് ഒന്നുമില്ല. ഇതിൻ്റെ മണ്ടയിലോട്ട് ഓടി കയറുമ്പോഴത്തേക്ക് അടുത്ത സംഭവം വരും. അതിൽ കൂടെ ചാടി അങ്ങ് പോയാൽ മതി. ഇനി അടുത്തൊരു ടാസ്ക് പറഞ്ഞത് ഇവിടെയാണ്. ഈ കാണുന്ന ഈ നിൽക്കാനുള്ള സ്ഥലം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവിടെ ശ്രദ്ധിച്ച് ചാടിയില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ പോകും. അത് ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്, ബാക്കി നല്ല ഈസിയാണ്. അപ്പോൾ ആ റൗണ്ടും കഴിഞ്ഞ് അടുത്ത 4ാമത്തെ റൗണ്ട് ഡോഡ്ജ് ആൻഡ് മൂവ് എന്നാണ്. ഇത് കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ സ്റ്റേ എലൈവ് അത് മാത്രമേ അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ലൈനിൽ നമ്മൾ തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എലിമിനേറ്റ് ആവും. നമുക്ക് അടുത്തെത്തുമ്പോഴേ അറിയാവും ഈ ലൈൻ നമുക്ക് എത്ര അടുത്താണ് ദൂരെയാണ് വരണമെന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് വന്നപ്പോൾ നല്ല ഹൈറ്റ് തോന്നി, പക്ഷെ അടുത്തെത്തിയപ്പോൾ കണ്ട അത് ഹൈറ്റ് കുറവായിരുന്നു. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കൊടുക്കണം. നല്ല ശ്രദ്ധിച്ചാലേ ഇത് കിട്ടുള്ളൂ. നല്ലതുപോലെ ശ്രദ്ധിച്ച് കളിക്കണം. ഇവിടെ നമ്മൾ ജമ്പായിരുന്നു ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ ലാസ്റ്റ് ഇത് സ്പീഡ് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ അടുത്ത് എണീക്കുമ്പോൾ തന്നെ ആ ലൈനിങ് എത്തും. നമുക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് കിട്ടൂല. അതപ്പോൾ ശ്രദ്ധിച്ച് കളിക്കണം. അപ്പോൾ ഇതാണ് 3ാമത്തെ മാപ്പ്, റൺ ഗൈസ് റണ്ണ്. അപ്പോൾ നിങ്ങൾക്ക് CS-ഉം BR ഒക്കെ കളിച്ച് ബോറടിച്ച് തോറ്റ് വാരിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും കയറി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കളിച്ച് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു മാപ്പാണ്. 4 റൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ കാണാം. നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.